രസോയി ഹോട്ടലിലെ ഫുഡ് അടിക്ക് ശേഷം നമ്മൾ നേരെ വിട്ടത് ഹൈലൈറ്റ് മാളിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ സന്ദർശിച്ച ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് മാളിൽ തന്നെയായിരിക്കും. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, അഗിയേട്ടൻ അവിടെ വർക്ക് ഉണ്ടായിരിക്കും മിക്കവാറും. അഗിയേട്ടൻ എന്തായാലും പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ചാടിക്കയറി ഞാനും കൂടെ പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വീട്ടിലേക്കുള്ള മോസ്റ്റ് ഓഫ് ഓൾ സാധനങ്ങളും വാങ്ങിക്കുന്നത് നെസ്റ്റോയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നെസ്റ്റോയിലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എന്തായാലും ഹൈലൈറ്റ് മാളിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. സോ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ മോളുടെ ബർത്ത്ഡേ ആണ് എന്നാണ് അവൾ പറയുന്നത്. സോ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെന്നും പെൻസിൽസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ അഗേട്ടന് വർക്കെടുത്ത ഷോപ്പിലേക്ക് ഒന്ന് പോകാനുണ്ട്. അപ്പോൾ നാളെ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറയാൻ കാരണം അവളുടെ ബർത്ത്ഡേ വെക്കേഷൻ ടൈമിലാണ് വരുന്നത്. അതുകൊണ്ട് അവൾക്ക് സ്കൂളിൽ നിന്നാണെങ്കിൽ ആഘോഷിക്കാൻ പറ്റത്തില്ല. സോ എല്ലാവരുടെയും പോലെ അവൾക്ക് ക്ലാസ്സിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ വേണം. അത് എക്സാമിന് മുമ്പ് നാളെ ആക്കാമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിലേക്ക് വന്നു. മോൾക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വെച്ചാലും നമുക്കതല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടു നെസ്റ്റോയുടെ ഫുഡ് കോർട്ടിലേക്ക്. അവിടെ പിന്നെ പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് അവൈലബിൾ ആണ്. അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ ബിരിയാണിയാണ്. രസോയിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചതാണെങ്കിൽ ഇവിടുന്ന് ഒരു ബിരിയാണി കൂടെ വാങ്ങിച്ചു. അതിന് കാരണം മോന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഇഷ്ടമാണേനും. അതുകൊണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി വാങ്ങിച്ചത് വെച്ചാലും മോന് കഴിച്ചതിൻ്റെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചു തീർത്തത് ഈ രണ്ട് മക്കളാണ് കേട്ടോ. നെസ്റ്റോയിൽ വന്ന അവിടുത്തെ ജ്യൂസസ് അത് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മുഹബത്ത് സർബത്തും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചീസ് കേക്കും കൂടെ വാങ്ങിച്ചു. ഇതിന് ലോട്ടസ് ചീസ് കേക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ അമ്പലത്തെ പ്രസാദമൊക്കെ ഇല്ലേ, ആ സെയിം ടേസ്റ്റ്. സത്യം പറയാമല്ലോ, ഇത്ര റേറ്റൊക്കെ കൊടുത്ത് അമ്പലത്തെ പ്രസാദം വാങ്ങിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കഴിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക്